أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن شانئك هو الأبتر. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ കൗസറിലെ 4-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിശ്ചയമായും നിന്റെ ശത്രുവാണ് സന്താനരഹിതൻ. ഈ ആയത്തിനെ സംബന്ധിച്ച് സയ്യിദുനാ ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ അബ്തർ എന്ന പദത്തെ സംബന്ധിച്ച് ഇപ്രകാരം പറയുന്നു: ചില നിഷേധികൾ നഊദുബില്ലാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അബ്തർ, അതായത് സന്താനരഹിതൻ എന്ന് പറയുമായിരുന്നു എന്ന കാര്യം ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര പെട്ടെന്ന് നശിക്കുന്നതാണെന്നും പറയുമായിരുന്നു. അത്തരം സന്ദർഭത്തിലാണ് ഇന്ന ഷാനി അക ഹുവൽ അബ്തർ എന്ന വചനം അവതരിച്ചത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കൾ ഉണ്ടായിരുന്നെങ്കിലും ആൺ സന്തതികൾ ഉണ്ടായിരുന്നില്ല. ഇക്കാരണത്താൽ വിശുദ്ധ കർത്താക്കൾ പറയുന്നത് ആർക്കാണോ ആൺ സന്തതികൾ ഇല്ലാത്തത് അവരെയാണ് അബ്തർ എന്ന് വിളിക്കുക. അബ്തർ എന്ന പദത്തിന് സാധാരണയായുള്ള അർത്ഥം സന്താനരഹിതൻ എന്നാകുന്നു. താജുൽ ഉറൂസ് എന്ന അറബി വ്യാകരണത്തിൽ ഈ പദത്തിന് അർത്ഥം നൽകിയിരിക്കുന്നത് ആരാണോ മക്കളില്ലാതെ മരണപ്പെടുന്നത് അവരെ അബ്തർ എന്ന് വിളിക്കുന്നു. മറ്റൊരർത്ഥം ആർക്കാണോ ഒരിക്കലും മക്കൾ ഉണ്ടാവാത്തത് അവരെയും അബ്തർ എന്ന് വിളിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നതിന് മുൻപ് ആൺ മക്കൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ മരണപ്പെട്ടു. വ്യാകരണാടിസ്ഥാനത്തിൽ ആൺമക്കൾ ഉണ്ടാവുകയും പിന്നീട് മരണപ്പെടുകയുമാണെങ്കിൽ അബ്തർ എന്ന് വിളിക്കുന്നതാണ്. ഇനി മക്കൾ ജനിക്കില്ല എന്നാണെങ്കിലും അബ്തർ എന്ന പദമാണ് പ്രയോഗിക്കുക. ഇനി ഈ ആയത്തിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു: നിഷേധികളുടെ ആക്ഷേപത്തിന് മറുപടിയായിട്ടാണ് ഈ വചനം അവതരിച്ചത്. ശത്രുക്കളുടെ ആക്ഷേപം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തതികളില്ല എന്നായിരുന്നില്ല, പകരം ആൺ സന്തതിയില്ല എന്നതായിരുന്നു. പ്രസ്തുത ആക്ഷേപത്തെ അടിസ്ഥാനത്തിൽ ഇന്ന ഷാനിയക ഹുവൽ അബ്തർ എന്ന വചനത്തിന് ആൺ സന്തതി എന്ന അർത്ഥം നൽകുകയാണെങ്കിൽ ഈ വചനത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാവും: ശത്രുക്കൾ ആരോപിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺ സന്തതിയില്ല എന്നും അവർക്ക്, അതായത് ശത്രുക്കൾക്ക് ആൺ സന്തതി ഉണ്ടെന്നുമാണ്. ശത്രുക്കളുടെ ആരോപണം വ്യാജമെന്ന് തെളിയുകയും അവർ സന്താനരഹിതരാണെന്ന കാര്യം ലോകർ മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺ സന്തതികൾ ഉണ്ടാവും, തൻ്റെ ശത്രുക്കൾ ആൺ സന്താനങ്ങളില്ലാത്തവരായിരിക്കും എന്ന വാക്യം മനസ്സിലാക്കി തരുന്നത് ശത്രുക്കൾക്ക് ആൺ സന്തതികൾ ഇല്ലാതിരിക്കുകയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആൺ സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നതാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾക്ക് എല്ലാവർക്കും സന്താനങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ മക്കളുടെ പരമ്പരയും ഉണ്ടായിരുന്നു. അവരിൽ ആരും തന്നെ സന്താനരഹിതർ ആയിരുന്നില്ല. ഉദാഹരണമായി നമുക്ക് അബൂജഹലിനെ എടുക്കാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രുവായിരുന്നു. അബൂജഹലിന് ആൺ സന്തതിയായി ഇക്രിമ ഉണ്ടായിരുന്നു. ഇക്രിമക്കും ആൺ സന്തതി ഉണ്ടായിരുന്നു. എന്നാൽ ആ സന്തതികളൊന്നും തങ്ങളുടെ പൂർവ്വപിതാവ് അബൂജഹലായിരുന്നെന്നോ അതല്ലെങ്കിൽ അബൂജഹലിൻ്റെ പരമ്പരയിലുള്ളവരാണെന്നോ പറയുവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനു പകരം ആ പരമ്പരയിലെ മറ്റൊരാളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന ആളുടെ പരമ്പരയിൽപ്പെട്ടതാണെന്ന് പറയുമായിരുന്നു. അബൂജഹലിൻ്റെ പരമ്പരയിൽപ്പെട്ടവർ അറേബ്യയിലും ഹിന്ദുസ്ഥാനിലും പഞ്ചാബിലെ സർഗോദ ജില്ലയിലും ഇന്നും ഉള്ളതായി കാണാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും കഠിന ശത്രുക്കളായിരുന്നു ഉത്തുബയും വലീദും.
ഖലീഫ സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉത്തുബയുടെ സന്തതികളെക്കുറിച്ച് എനിക്കറിവില്ല. എന്നാൽ വലീദിൻ്റെ മകൻ ഹസ്രത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഇന്നും മുസ്ലിങ്ങൾ അഭിമാനം കൊള്ളുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനും സന്താനങ്ങൾ ഉണ്ടായി. അബ്ദുറഹ്മാൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനായിരുന്നു. അദ്ദേഹത്തെ ബുദ്ധിമാനായ ന്യായാധിപൻ എന്ന് വിശേഷണം നൽകിയതായി ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഹസ്രത്ത് അബ്ദുറഹ്മാൻ കൂർമ്മബുദ്ധിയും കാര്യങ്ങൾ ഗ്രഹിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയും സ്വാധീന ശക്തിയുള്ള ആളുമായിരുന്നു. ഇസ്ലാമിനു വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്ത വ്യക്തിയാണ്. മറ്റൊരു ശത്രുവായിരുന്നു ആസ്. ഹസ്രത്ത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആസിൻ്റെ മകനായിരുന്നു. ഇസ്ലാമിൻ്റെ സൈന്യത്തിൻ്റെ കമാൻഡറായിരുന്നു. അദ്ദേഹമാണ് മിസർ പിടിച്ചടക്കിയതും സിറിയയുമായി യുദ്ധം നടത്തിയതും. അദ്ദേഹത്തിൻ്റെ മകനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത സ്വഹാബിയുമായിരുന്നു അബ്ദുള്ള. അദ്ദേഹം തൻ്റെ പിതാവ് അംർ ബിൻ ആസ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് തൻ്റെ 14-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു. പിതാവായ അംർ ബിൻ ആസ് ശത്രു സൈന്യത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ മകനായ അബ്ദുള്ള മുസ്ലിം പക്ഷത്ത് നിന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ശത്രുക്കൾക്കെതിരെ പോരാടുമായിരുന്നു. അബ്ദുള്ളയുടെ സന്താന പരമ്പര ഇന്നും നിലനിൽക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്.